ലിന്നിന്റെ സ്കൂളിലുള്ള എല്ലാവർക്കും അവൾ ഒന്നും അറിയാത്തൊരു മണ്ടിയാണെന്നറിയാം. അവൾ ഹൈസ്കൂളിലാണ് പഠിക്കുന്നതെങ്കിലും അവളുടെ മാത്സ് ലെവൽ UP സ്കൂൾ ലെവലിലാണുള്ളത്. അതുകൊണ്ട് ദേഷ്യം വന്ന ടീച്ചർ ഇത്തവണ എക്സാമിൽ തോറ്റാൽ അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നു. അതിനുശേഷം എക്സാം ദിവസം അവൾ സ്കൂളിലേക്ക് പുറപ്പെട്ടപ്പോൾ മുതൽ ഓരോ തടസ്സങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല അവൾ കുടമറന്നു വെച്ചിട്ട് വന്ന് മഴ നനഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ടീച്ചർ പറഞ്ഞത് അവളുടെ മൈൻഡിലേക്ക് വന്നതും അവൾ അപ്സെറ്റ് ആവുന്നു. ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് മാഞ്ഞു പോയെങ്കിൽ നന്നായിരുന്നെന്ന് അവൾക്ക് തോന്നുന്നു. പോകുന്ന വഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടവൾ ഞാൻ ഇവിടെ നിന്ന് മാഞ്ഞു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ചാടുന്നു. നോക്കുമ്പോൾ അത്ഭുതകരമായി ആ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയവൾ ഏൻഷ്യൻ ടൈമിലേക്ക് ട്രാവൽ ചെയ്തു വരുന്നു. ആക്ച്വലി 3 വർഷമായി അവിടെ മഴയില്ലാത്തത് കൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലിന്നിനെ കണ്ടവർ അവൾ മഴയുടെ ദൈവമാണെന്ന് വിചാരിക്കുന്നു. ലിന്നും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി അവർക്കൊപ്പം ചേർന്ന് പെർഫോം ചെയ്യാൻ തുടങ്ങുന്നു. അടുത്ത നിമിഷം തന്നെ എല്ലാവരും അവളെ വണങ്ങിയതും ആ ടൈം യൂസ് ചെയ്ത് ലിന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. പക്ഷെ വൈകാതെ തന്നെ അവിടെ ഉണ്ടായിരുന്നവർ അവളെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവിടെ കിടന്ന ഡ്രസ്സ് കണ്ട ലിൻ അതെടുത്തിട്ടുകൊണ്ട് അവരിൽ ഒരാളായി മാറുന്നു. പക്ഷെ താഴെ കിടന്ന് അവളുടെ ഫോൺ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സോൾജർ അവളെ കണ്ടുപിടിക്കുന്നു. അവൻ അവളെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവളുടെ കയ്യിലിരുന്ന ഫോൺ കണ്ട രാജാവ് അവൾ മന്ത്രവാദിനിയാണെന്ന് വിചാരിച്ച് കൊല്ലാൻ പറയുന്നു. പേടിച്ചുപോയ ലിൻ ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ്, എനിക്ക് എന്ത് പ്രോബ്ലവും സോൾവ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു. പക്ഷെ രാജാവ് ഉടനെ തന്നെ അവളെ പരീക്ഷിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഭാഗ്യത്തിന് ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലെ സിമ്പിളായ മാത്സ് ആണ് കോംപ്ലിക്കേറ്റഡ് ആയത്. അതുകൊണ്ട് അവിടെയുള്ളവർ 3 ദിവസത്തിൽ സോൾവ് ചെയ്യുന്ന കണക്ക് ലിൻ 2 മിനിറ്റിൽ സോൾവ് ചെയ്യുന്നു. അത് കണ്ട് ഇംപ്രസ് ആയ രാജാവ് ലിന്നിനെ തന്റെ മാത്സ് ടീച്ചറായി അപ്പോയിന്റ് ചെയ്യുന്നു. അതിനുശേഷം ഓരോ ദിവസവും ലിൻ അദ്ദേഹത്തിന് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായ കണക്കുകൾ പഠിപ്പിക്കുന്നു. അതേസമയം രാജാവ് രാജസഭയിൽ പോലും അത് കയ്യിൽ എഴുതിക്കൊണ്ടുവന്ന് സിൻസിയറായി പഠിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ലിൻ അദ്ദേഹത്തിന് എക്സാം നടത്തുമ്പോൾ തെറ്റിച്ച് പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ തലയിലടിക്കുന്നു. അടുത്ത നിമിഷം തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു ഗാർഡ് അവളെ കൊല്ലാനായി വാളെടുക്കുന്നു. ഭാഗ്യത്തിന് രാജാവ് നല്ല മൂഡിലായിരുന്നത് കൊണ്ട് ഗാർഡ്സിനെ ഓടിച്ചുവിട്ട് ലിന്നിനെ ഒന്നും ചെയ്യാതെ വിടുന്നു. അതിനുശേഷം രാത്രിയാവുന്നത് വരെ പഠിച്ചുകൊണ്ടിരുന്നവർ വിശക്കുന്നത് കൊണ്ട് കിച്ചണിലേക്ക് വരുന്നു. അപ്പോൾ ലിൻ ഫ്യൂച്ചറിൽ നിന്ന് കൊണ്ടുവന്ന ഇൻസ്റ്റന്റ് ഫുഡ് അദ്ദേഹത്തിന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. അദ്ദേഹത്തിനും അതിന്റെ ടേസ്റ്റ് വളരെയധികം ഇഷ്ടമാവുന്നു. കുറച്ച് സമയത്തിൽ തന്നെ അത് സ്പൈസി ആണെന്ന് പോലും നോക്കാതെ ഫുള്ളായി കഴിക്കുന്നു. അടുത്ത ദിവസം ലിൻ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും രാജാവിന്റെ റൂമിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ലിൻ കൊടുത്ത ഫുഡ് കഴിച്ചത് കൊണ്ട് രാജാവിന് വയറിന് സുഖമില്ലാതായിരിക്കുന്നു.